ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ളോഗ്സ് ബൈ ആദർശ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളും ചോദിച്ചിട്ടില്ല. 10th ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ആണ്. നമ്മൾ മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടൈം തൊട്ട് മെയിൻ എക്സാം വരെ നമുക്ക് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാനുള്ള ഒരു രീതികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആൻഡ് ഇത് ഓൾസോ +1കാർക്കും ഓൾസോ ഇത് ആപ്ലിക്കബിൾ ആണ്. പിന്നെ 10th ചോദിച്ചുകൊണ്ട് നമുക്ക് 10th ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ പറയാം. സോ ഞാൻ എഴുതിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു സാധനം മോഡിഫൈ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. +1 ഞാൻ ഒരിക്കലും മോഡൽ എക്സാമിന് ഫുൾ A+ വാങ്ങണം അല്ലെങ്കിൽ A+ൽ തന്നെ നിൽക്കണം അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നമ്മുടെ SSLCയുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കാനുള്ള ഒരു മോഡൽ എക്സാം അതിന് മുമ്പേ നമ്മുടെ ഹോൾ സാധനം കംപ്ലീറ്റ് ചെയ്താൽ അത്രയും നല്ലത്. ബട്ട് ഇത് നമുക്ക് എന്തായാലും ചുരുങ്ങിയ ദിവസം കൊണ്ട് മോഡൽ എക്സാമിന് മുമ്പ് വരെ നമ്മുടെ ഹോൾ സിലബസ്, ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാക്സിമം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ആകെ വെപ്രാളായിപ്പോൾ നിങ്ങൾ മോഡൽ എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക അങ്ങനെ ചെയ്യണം. ബട്ട് സ്റ്റിൽ ഭയങ്കര ഓവർ പ്രഷർ മോഡലിന് മേലെ കൊടുക്കരുത്. മാക്സിമം മോഡൽ എക്സാമിന് മുമ്പ് നിങ്ങളുടെ 3rd ടേം സിലബസും 1st ടേം സിലബസും കംപ്ലീറ്റ് ആക്കാം. ആൻഡ് ഇതിൻ്റെ ഇടയിലുള്ള 2nd ടേം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചൊക്കെ ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതാം. ഇനിയിപ്പോൾ ഓണോ എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾക്ക് നല്ലോണം ഓർമ്മയുണ്ട്, അത് വളരെ സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ 2nd ടേം ഇതാക്കിയെടുക്കാം. സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ആക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ കോൺസെപ്റ്റും ആ ഒരു ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും, ഇത് തിയറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇത് സയൻസ് സബ്ജക്റ്റും ലാംഗ്വേജ് ഞാൻ പറയുന്നില്ല, സയൻസ് സബ്ജക്റ്റിന് സോഷ്യൽ ആ ഒരു ഇതാണ് കേട്ടോ. നമ്മൾ മാത്സിന് സെപ്പറേറ്റ് ആയിട്ട് പറയാം. സോ തിയറിയിൽ ഫസ്റ്റ് നിങ്ങൾ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ വലിയ വലിയ പാരഗ്രാഫും കാര്യങ്ങളും ഷോർട്ടർ ആക്കാം. ഓക്കെ, ഈ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ ഒരു രീതികളാണ് കേട്ടോ. എങ്ങനെ ഷോർട്ടാക്കുക, ആദ്യം വലിയ വലിയ പാരഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് ഷോർട്ടാക്കുക. പിന്നെ അത് നമുക്ക് മനസ്സിലാവണം. നമ്മൾ വെറുതെ ചെറുതാക്കിയാൽ മാത്രം പോരാ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ക്ലിയർ ചെയ്യുന്ന ആ ഒരു സെഷൻ ഉണ്ടല്ലോ, മാക്സിമം യൂട്യൂബ് ക്ലാസ്സുകൾ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം. അതായത് എന്തെങ്കിലും ഒരു ടോപ്പിക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് കാണാം. ആൻഡ് ദ ഹോൾ ക്ലാസ് കൊണ്ട് സമയം കളയാനില്ല ഇപ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ അറിയാത്ത കാര്യങ്ങളുടെ ക്ലാസ്സുകൾ ഫോക്കസ് ചെയ്ത് കാണാം കേട്ടോ. ആൻഡ് ഞാൻ പ്രത്യേകം പറയാനാണ് 2-2.5 മണിക്കൂറുള്ള ക്ലാസ്സുകളൊന്നും നിങ്ങൾ ഇനിയിപ്പോൾ കണ്ടാൽ അത് എല്ലാ സബ്ജക്റ്റിനും അങ്ങനെ കാണേണ്ടത് സമയമില്ല. എന്തെങ്കിലും ഒരു ടഫ് സബ്ജക്റ്റോ ടഫ് കോൺസെപ്റ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ മാത്രം നിങ്ങൾ ടൈം എടുത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാം ചെറുതാക്കി കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കി ആ ഒരു ചാപ്റ്ററിൻ്റെ ഇതെല്ലാം കഴിഞ്ഞെങ്കിൽ അടുത്ത നിങ്ങൾ ചെയ്യേണ്ടത് ആ ഷോർട്ടാക്കിയ കാര്യങ്ങൾ മൊത്തം വെച്ച് നിങ്ങൾ ആ ചാപ്റ്റർ വായിക്കാം. നല്ല രീതി വായിക്കാം. എത്ര വായിക്കുന്നോ അത്രയും നല്ലതാണ്. ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. കാരണം എന്താണെന്നറിയോ, ഞാനത് റിയൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ സോഷ്യലൊക്കെ കുറേ വായിക്കും. എത്ര ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാലും പിന്നെയും വായിക്കും. ഞാൻ ഒരേ ലെവലിൽ അതിങ്ങനെ ഒരു 3 തവണ 4 തവണ ഒക്കെ വെച്ചിട്ട് ഓരോ ചാപ്റ്റേഴ്സും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ വായിച്ചു. ആൻഡ് അച്ചിട്ടും നമുക്ക് ടെക്സ്റ്റിൽ എന്താണോ ഉള്ളത് അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ പേപ്പറിൽ കൊണ്ട് എഴുതാൻ പറ്റും. കുറേ പേരുടെ പ്രശ്നമാണ് നമ്മൾ പഠിച്ചെല്ലാം മറന്നു പോകുന്നുള്ളത്. അതിനൊരു നല്ലൊരു സൊല്യൂഷൻ ആണ് കേട്ടോ. വായിക്കാൻ പറ്റി അത്രയും വായിക്കാം. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൈം കുറവായതുകൊണ്ട് മാക്സിമം വായിക്കാം. ഇതേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഫിസിക്സ്, ന്യൂമറിക്കൽസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക ഇതിൻ്റെ സൈഡിൽ കൂടെ. ബാക്കി തിയറി ഇപ്പോൾ കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും തിയറി ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയ ശേഷം മാത്രം നിങ്ങൾ ഇത്രയും ഇരുന്ന് വായിക്കുക കേട്ടോ. ഫിസിക്സിൽ ന്യൂമറിക്കൽസ് ചെയ്യണം. അത് അതിൻ്റെ ഒരു രീതിയിൽ നടക്കണം. എല്ലാ ചാപ്റ്ററും ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്സ്, ന്യൂമറിക്കൽസ് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് ലാസ്റ്റ് ചാപ്റ്റർ വരെ നിങ്ങൾക്ക് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഫിസിക്സിനും കെമിസ്ട്രിക്കും ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഒരു ദിവസം സെപ്പറേറ്റ് ചെയ്യാം. ആൻഡ് ബയോളജിയിൽ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കില്ല. ആൻഡ് പാർട്സ് അടയാളപ്പെടുത്താൻ, പിന്നെ തിയറി, ബയോളജി, സോഷ്യലൊക്കെ ഒരേപോലെ വായിച്ച് പഠിക്കുക. കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത ശേഷം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗൂഗിളിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ അവൈലബിൾ ആയിരിക്കും. പല ലിങ്കുകളിലൊക്കെ ടീച്ചേഴ്സ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോഴത്തെ മോഡൽ ടൈപ്പ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. സോ ഒട്ടുമിക്ക ടീച്ചേഴ്സും ആ ഒരു രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉണ്ട് ഗൂഗിളിലും. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. എങ്ങനെ അതൊക്കെ ചെയ്തിട്ട് കുറച്ച് കോൺഫിഡൻസ് പോകുന്നുണ്ടെങ്കിൽ അധികം ചെയ്യേണ്ട, ബട്ട് സ്റ്റിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫിസിക്സ്, ന്യൂമറിക്കൽസ്, കെമിസ്ട്രി അതിൻ്റെയൊക്കെ ന്യൂമറിക്കൽസ് മാത്രമായിട്ടുള്ള PDF-കളും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആൻഡ് ഇങ്ങനെയാണ് നമ്മൾ 1st ടേമും 3rd ടേമും മോഡൽ എക്സാമിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ സെയിം രീതിയിൽ തന്നെ വേണം 2nd ടേം ചെയ്യാനായിട്ട്. ബട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ് മോഡൽ കഴിഞ്ഞ ശേഷം. ബട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1st ടേം 3rd ടേം മാത്രം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കരുത് മോഡലിന്. 2nd ടേമിന് കൊടുക്കണം. ബട്ട് നമുക്ക് അതിനായിട്ട് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ വായിക്കുക. മാക്സിമം നിങ്ങൾ ഈ കാര്യം തന്നെ 2nd ടേമും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 3 സ്റ്റെപ്സ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പുകളിലൂടെയാണ് നിങ്ങൾ 1st ടേമും 2nd ടേമും 3rd ടേമും കവർ ചെയ്യേണ്ടത്. ബട്ട് മോഡലിന് മുമ്പ് ഈ 3 ടേമും കവർ ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു ഹെക്ടിക് ടാസ്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 3rd ടേം നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കുക. പിന്നെ 2nd, 1st ഏതാണ് ഈ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പോൾ 2nd ടേം ആയിരിക്കും കുറേ പേര് ഞാൻ അറിഞ്ഞതിൽ 2nd ടേം ആണ് പാട്, 1st ടേം സിമ്പിൾ ആയിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3rd ടേമും
സെക്കൻഡ് ടേമും പഠിക്കുക. ഫസ്റ്റ് ടേം നൈസായിട്ടൊന്ന് വായിച്ച് വിട്ടാൽ മതി. ബട്ട് മോഡലിന് ശേഷം നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസിൽ ഈ ഞാൻ പറഞ്ഞ 3 സ്റ്റെപ്പും ഫോളോ ചെയ്ത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും പഠിക്കും. ഈക്വൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി മാത്സ് എങ്ങനെ പഠിക്കേണ്ടതെന്ന് പറയാം. സെയിം മെത്തേഡ് തന്നെയാണ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കോൺസെപ്റ്റ് ക്ലിയർ ആക്കാം. ആൻഡ് എല്ലാ ഇക്വേഷൻസ് കാര്യങ്ങൾ ഒക്കെ നിങ്ങളൊരു സെപ്പറേറ്റ് A4 സൈസ് പേപ്പറിലോ കാര്യങ്ങളോ എഴുതി വെക്കണമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ എല്ലാം പഠിച്ചിരിക്കുക. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് പോണയ്ക്ക് മുമ്പ് അറിഞ്ഞിരിക്കണം. പിന്നെ വലിയ വലിയ നമ്പേഴ്സിനെ റൂട്ട് കണ്ടുപിടിക്കാൻ ഇതിൻ്റെയൊക്കെ ഇൻഡിവിജ്വൽ വീഡിയോസ് കുഞ്ഞൊക്കെ യൂട്യൂബിൽ കിട്ടും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാത്സ് ടഫ് ആവുന്നത് എല്ലാവർക്കും ഈ ഒരു ബേസിക് അറിയാത്തതുകൊണ്ടാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ആൻഡ് ഇത് +1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പറഞ്ഞ ബേസിക്സ് ഒക്കെ. സോ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻസ് തന്നെ ആ ബേസിക് അറിയുന്നതിനുണ്ട്. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇനിയിപ്പോൾ ചെയ്യാൻ സമയമില്ല. ബട്ട് സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അരിത്മാറ്റിക് സീക്വൻസ് ഒക്കെ നിങ്ങൾ കാണപ്പെടാൻ അരച്ച് കലക്കി കുടിച്ച് വെക്കേണ്ട സാധനങ്ങളാണ്. പിന്നെ ട്രിഗണോമെട്രി, ഡെലവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ മാർക്കിന് 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് ഈ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ് റെഫർ ചെയ്യാവുന്നതാണ്. ബട്ട് ഞാൻ ഒരിക്കലും 2 മണിക്കൂറിൻ്റെ ക്ലാസ് ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സും ഞാൻ സജസ്റ്റ് ചെയ്യില്ല, കാരണം തീരില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ചെറിയ ക്ലാസ്സുകൾ കാണണം. ആൻഡ് ഈ എക്സാമിനറിൽ ഇപ്പോൾ +1 ഞാൻ കണ്ടായിരുന്നു. എക്സാമിനറിൽ 1 hour കൊണ്ട് ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ കോൺസെപ്റ്റിൽ നിന്നും ഒരു 1-2 ചോദ്യം വെച്ച് ചെയ്തു പോകുന്ന ലൈവ് ഉണ്ട്. +1 അതുണ്ടായിരുന്നു. 10th ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ഒരിക്കലും നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് വെക്കരുത്, മനസ്സിലാവില്ല. ആദ്യം കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത ശേഷം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഗൂഗിളിൽ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 ലൈവ് ഉണ്ട്, അതായത് നിങ്ങൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസിന് സെപ്പറേറ്റ് ലൈവ് ഉണ്ട്, ആൻഡ് ഈ ചാപ്റ്റർ എടുത്ത് പോകുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പോകുന്ന ലൈവ് ഉണ്ട്. അപ്പോൾ ആദ്യം കോൺസെപ്റ്റിൻ്റെ ലൈവ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിലുള്ള ലൈവ് പ്രാക്ടിക്കൽ ആവും, അത് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഈ ബേസിക്സ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. ആൻഡ് മാക്സിമം എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും. ആൻഡ് ഇതും നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പ് തന്നെ. ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ ഗൂഗിളിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻസ് ആയാലും മതി കേട്ടോ. അപ്പോൾ എത്രയോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തിയറി നമ്മൾ എത്രത്തോളം വായിക്കുന്നു അതിൻ്റെ ഒരു എഫിഷ്യൻസി കിട്ടുന്ന പോലെ തന്നെ മാത്സിന് എത്രത്തോളം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്നു അത്രയും ഒരു സ്പീഡും നിങ്ങൾ ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി എല്ലാം കൂടും. ഓക്കെ, അത് ഞാൻ എന്താ പറയുക, എക്സ്പീരിയൻസ് എന്ന് പറയാനാണ്. പക്ഷെ നിങ്ങൾക്ക് PYQ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് വേസ്റ്റ് ആക്കാണ്ട് നിങ്ങൾ ചെയ്ത് പഠിക്കും. ഏതെങ്കിലും ചാപ്റ്ററിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഗൂഗിളിൽ നമ്മുടെ ChatGPT-നോടൊക്കെ സിംപ്ലസ്റ്റ് വേയിൽ അതൊന്ന് കൺവേർട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ ആൻസർ ചെയ്ത് തരും. അതൊന്നും കിട്ടുന്നില്ല, ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം. ബട്ട് അതെങ്ങാനും 6 മാർക്കിന് ചോദിക്കുന്ന അരിത്മാറ്റിക് സീക്വൻസ്, ആംഗിൾ ഓഫ് എലവേഷൻ, പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അങ്ങനത്തെ ചോദ്യങ്ങളാണെങ്കിൽ ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് 6 മാർക്കിന് അങ്ങനത്തെ ചാപ്റ്ററിനുള്ള ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിച്ചിരിക്കും എന്നുള്ള ഒരു പാറ്റേൺ ആണ്. സോ അതൊന്നും സ്കിപ്പ് ആക്കരുത്. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ഇത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യാണ്ട് സ്കിപ്പ് ആക്കാവുന്നതാണ്. പിന്നെ മാത്സ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കാം. ഇപ്പോൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ മാർക്ക് കുറവാണ്, ബട്ട് സിമ്പിൾ സാധനമാണ്. അതിനൊന്നും കൊണ്ടുപോയി നിങ്ങൾ 2-2.5 മണിക്കൂറൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. മാക്സിമം ഒരു 1.5 അവറിനുള്ളിൽ ആ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈച്ച് ആൻഡ് എവറി ചാപ്റ്ററിൽ ശ്രദ്ധിച്ചായിരിക്കണം. മോഡലിന് ശേഷം നിങ്ങളുടെ മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും മോഡലിന് മുമ്പ് ഞാൻ പറഞ്ഞ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. എങ്ങാനും ആ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടേം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കിപ്പ് ചെയ്ത ടേം നേരത്തെ പഠിച്ച അതേ മെത്തേഡിൽ തന്നെ മോഡലിന് ശേഷം പഠിക്കാം കേട്ടോ. ഞാൻ മാക്സിമം പറയാം ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും മോഡലിനുള്ളിൽ തീർത്താൽ അത്രയും നല്ലത് കേട്ടോ. തിയറി, സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും തിയറി നിങ്ങൾക്ക് സേഫ് സോൺ ആകും. കാരണം അത് നമുക്ക് എപ്പോഴും ബൈഹാർട്ട് ആവാന്നറിയോ. കുറേ വായിച്ച് കഴിയുമ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ലൈൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാം ഇങ്ങനെ പച്ച മലയാളം പോലെ നമ്മൾ പറയണ പോലെ ഇങ്ങനെ പറയും. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ തിയറി സേഫ് സോണിലാണ്. പിന്നെ ന്യൂമറിക്കൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫിസിക്സിനും കെമിസ്ട്രിയുടെ ന്യൂമറിക്കൽസിനൊക്കെ ഒരു ഡേ സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചിട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മാത്സ് ഒക്കെ ടൈമർ വെച്ച് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. 2.5 മണിക്കൂർ ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ SSLC പാറ്റേണിൻ്റെ ഒക്കെ കിട്ടും. അതൊക്കെ 2.5 മണിക്കൂർ ടൈം വെച്ച് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. 1-2 പേപ്പർ മാത്രം എഴുതിയാൽ മതി, ബാക്കിയൊക്കെ നോർമലി പോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം മാർച്ച് ആവാറായിട്ടുണ്ടോ. മാർച്ച് ഒരു ഫസ്റ്റ് വീക്കിന് മുമ്പേ, അത് ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ തന്നെ SSL തുടങ്ങും. അതായത് ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ആകുമ്പോൾ തന്നെ ഏകദേശം ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതായത് SSLCയുടെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററിലും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റിലും എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് നമുക്ക് ഡൗട്ട് ഉള്ളതോ അല്ലെങ്കിൽ കുറച്ച് തറ ആവാത്ത കോൺസെപ്റ്റുകളുണ്ടാവും. അതൊന്നുകൂടെ ഒന്ന് നോക്കുക, നല്ലതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്രം ഞാൻ പറയാനാണ്. ഇപ്പോൾ എനിക്ക് കെമിസ്ട്രിയിൽ മറ്റേ
ഓറിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോയിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കും. ഇപ്പോൾ മാത്സ് ആണെങ്കിലും എലവേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് നോക്കൽ വളരെ നല്ലതായിരിക്കും. ആൻഡ് ലാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും അതിങ്ങനെ വളരെ നിസ്സാരമായിട്ടൊന്നും കാണരുത് ഈ ഒരു സിലബസിൽ. സോ എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്യുക. പിന്നെ ഏറ്റവും ഒരു ഇതിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിൻ്റെ തലേ ദിവസം ഒരു 7 മണിക്ക് മുമ്പായിട്ട് എല്ലാം പഠിച്ചങ്ങോട്ട് തീർക്കുക. അതിനുശേഷം ഫ്രീ ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈവ് കാണാവുന്നതാണ്. ആൻഡ് ലൈവിൽ അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കിട്ടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് എവിടെ നിന്നോ കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇത്രയും നാളെ ഞാൻ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഇതൊന്ന് റൈറ്റ് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് അനാലിസിസ് ചെയ്തിട്ട് ഓരോ ദിവസത്തെയും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് എവിടെയെങ്കിലും എഴുതിയിടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിന് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ചിലർക്ക് പറയുന്നത് വളരെ സിമ്പിളായിരിക്കും. നമ്മളെ പഠിക്കാൻ പോണ ചാപ്റ്റേഴ്സ് നേരത്തെ എഴുതിയിടുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അതെന്നെ ശരിക്കും ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡിയർ SSLC സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഒരുപാട് പ്രഷർ ഉണ്ടാവും, പാരൻസിൻ്റെ ആയിക്കോട്ടെ ടീച്ചേഴ്സിൻ്റെ ആയിക്കോട്ടെ. ബട്ട് ഇത് ജസ്റ്റ് ഒരു ടൈം പീരീഡാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക, റിസൾട്ട് ആ ഒരു രീതിയിൽ വന്നോളൂ. സോ അനാവശ്യമായിട്ടുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വയ്ക്കരുത്. ആൻഡ് മോഡലിൻ്റെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾ ആരെയും ജഡ്ജ് ചെയ്യരുത്. അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യാന്നുണ്ടെങ്കിലും അതിനൊന്നൊരു ഇതും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് മോഡൽ. സോ നമുക്ക് മെയിനിൽ ക്രാക്ക് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.